ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡിഒപി സിറ്റി വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇന്ന് നെയിൽ പോളിഷ് കളക്ഷനാണ്. ഇതാണ് നെയിൽ പോളിഷ് കളക്ഷൻ. കുറേ നെയിൽ പോളിഷ് ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഈ ബോക്സ് ഇവിടെ വെക്കാം. എന്നിട്ട് നമുക്ക് തുറന്നിട്ട് ഓരോരോ നെയിൽ പോളിഷ് എടുത്തിട്ട് നോക്കാം. ഫസ്റ്റ് നമുക്ക് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് പുറത്തേക്ക് വെക്കണം. അപ്പോൾ നമ്മൾ വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നെയിൽ പോളിഷൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് എൻ്റെ നെയിൽ പോളിഷ് കളക്ഷൻ. ഇതിൽ കുറേ ഞാൻ യൂസ് ചെയ്തിട്ട് തീരാനായതുണ്ട്. പിന്നെ ചിലത് ഞാൻ യൂസ് ചെയ്യാതെ അതിൻ്റെ സ്റ്റിക്കർ പോലും അയക്കാത്തതുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ വീഡിയോയിൽ കാണുന്നത് ഞാൻ പുതിയതായി വാങ്ങിയതാണ് ഓൺലൈനിൽ നിന്ന്. ഇത് നല്ല കുറഞ്ഞ റേറ്റിലാട്ടോ വരുന്നത്. നല്ല നെയിൽ പോളിഷും ആണ്, നല്ല മാറ്റ് ഫിനിഷ് ആട്ടോ. ലിങ്ക് വേണ്ടവർ കമൻറ്റ് ചെയ്താൽ മതിയേ. നെയിൽ പോളിഷൊക്കെയായി നെയിൽ പോളിഷ് ഇടാൻ നോക്കുമ്പോൾ ഒരു പ്രശ്നം പറ്റി. എന്താണെന്ന് വെച്ചേക്ക് നെയിൽ പോളിഷ് ഇടാനുള്ള നഖമല്ല. അതുകൊണ്ട് എന്ത് ചെയ്ത് നമ്മൾ ഓൺലൈനിൽ നെയിൽ പോളിഷിൻ്റെ കൂടെ തന്നെ നഖവും വാങ്ങിയിട്ടുണ്ട്. ഇത് നല്ല രണ്ടെണ്ണാട്ടോ വരുന്നത്. ഒന്ന് ട്രാൻസ്പാരൻറ്റും ഒന്നൊരു വൈറ്റ് കളറും. 100 എണ്ണം ഉള്ളത്. ഒരു പാക്കറ്റിൽ 100 നെയിലുള്ളത്. അതും വേറെ വേറെ സൈസിലും ഉണ്ട്. നമുക്ക് പറ്റിയ സൈസിലൊക്കെ വെക്കാം. അതിൻ്റെ കൂടെ 2 ഗ്ലൂവും കിട്ടുന്നുണ്ട് ഒട്ടിക്കാൻ വേണ്ടിയുള്ള. അപ്പം നമ്മൾ എന്ത് ചെയ്ത് അത് തുറന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എൻ്റെ വിരലിനെ പറ്റിയ സൈസ് നോക്കുകയാണ്. നല്ല കഷ്ടപ്പെട്ടിട്ടാണ് ആ ചെറിയ വിരലിൻ്റെ സൈസ് കിട്ടിയിട്ടില്ല. കുറച്ചും കൂടി വലുതെടുത്ത് ഒട്ടിച്ചത് തന്നെയാണ്. അതിൽ ചെറുതൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ നമ്മൾ നെയിൽസൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞു. കറണ്ട് പോയതുകൊണ്ടേ ടോർച്ച് വെച്ച് അഡ്ജസ്റ്റ് ചെയ്താട്ടോ. അതാണ് ഇങ്ങനത്തെ ലൈറ്റ്. ഇതാണ് ഗായ്സ് നമ്മളെ ഫൈനൽ ലുക്ക്. ഫസ്റ്റത്തെ നെയിൽ പോളിഷ് ഇട്ട് നോക്കിയേ. ഞാൻ പണ്ടെപ്പോഴും നെയിൽസ് വെച്ചിന്. പിന്നെ വലുതായിട്ട് ആദ്യമായിട്ടാണ് വെക്കുന്നത്. അതിൻ്റെ ഷോയാണ് നിങ്ങൾ കണ്ടുകൊണ്ട് നിൽക്കുന്നത്. ഇവിടെ നല്ല മഴയൊക്കെ കണ്ടു. നല്ല മഴയാണ്. അകത്താണെങ്കിൽ കറണ്ടും പോയി. അതുകൊണ്ട് നമ്മൾ പുറത്ത് വന്നിട്ടാണ് അടുത്ത ബാക്കി ചെയ്യുന്നത്. നെക്സ്റ്റ് ഇതൊക്കെയാണ് ഞാൻ ഒരു പെട്ടി തന്നെ എടുത്ത് വെച്ച്. ഇനി ഇതിൽ നമ്മൾ അടുത്തത് ഏതെടുക്കും എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാന്ന് പറഞ്ഞാൽ കമൻറ്റ് ചെയ്യണേ. അങ്ങനെ അടുത്തത് നമ്മൾ എടുക്കുകയാണ്. ഏതെടുക്കും എന്ന് അറിയില്ല, കുറേ ഉണ്ട്. കുറച്ച് വെറൈറ്റി ആയിട്ടൊക്കെ എടുക്കാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഏതെടുക്കുന്നൊന്നും അറിയില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് കുറച്ച് വെറൈറ്റി ആയിട്ട് ഈ കളർ സെലക്ട് ചെയ്ത്. ആ നഖത്തൊന്നും അത് എടുക്കാൻ പോലും പറ്റില്ല. പിന്നെ എങ്ങനെയൊക്കെയോ മറ്റേ കൈ കൊണ്ടെടുത്ത് ഇത് ഏത് കളറാണെന്ന് എനിക്കറിയില്ല. ഏതോ ഒരു കളറ്. അപ്പം നമ്മൾ എന്തായാലും ട്രൈ ചെയ്യാൻ പോവാണ്. ഇതാണ് അതിട്ടുള്ള കോലം. എനിക്കത്ര ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. എന്നാലും കുഴപ്പമില്ല എന്ന് പറയാം. അഡ്ജസ്റ്റ് ചെയ്യാം. രസമൊക്കെ ഉണ്ട്. എന്നാലും എനിക്ക് എന്താ അറിയില്ല, അത്ര ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ അതും കഴിഞ്ഞ് ഇനി നെക്സ്റ്റ് നെയിൽ പോളിഷ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏതെടുക്കണം നോക്കിക്കൊണ്ടിരിക്കുന്നപ്പോൾ ഞാൻ വിചാരിച്ച ഡ്രസ്സിന് മാച്ചായ ഒരു ചെറിയ മാച്ചുള്ള കളർ എടുക്കാമെന്ന്. ഇത് ഡാസിലറിൻ്റെ ആണ്. ഇത് അച്ചു ചിറ്റേൻ്റെ കുട്ടിയാണ്. ഓൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ ഈ നെയിൽ പോളിഷ് ഇട്ടോട്ടെ. കാരണം ഡ്രസ്സിന് കറക്റ്റ് മാച്ചായ നെയിൽ പോളിഷ് ആയിരുന്നു. ഈ ചാനലിൽ തന്നെ ഞാൻ വ്ളോഗ് ഇട്ടീന്. എന്നാന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അത് നോക്കിയാൽ മനസ്സിലാവും. ഇതാണ് ഇതിട്ടിട്ടുള്ള ലുക്ക്. അപ്പോൾ ഈ ഡ്രസ്സിന് കുറച്ചൊക്കെ മാച്ചായിട്ട് കേട്ടോ ഇതിട്ടെ. ഇതാണ് നമ്മൾ ലാസ്റ്റായിട്ട് ഇടുന്ന നെയിൽ പോളിഷ്. എനിക്കിടാൻ വയ്യ, കാരണം കുറേ ഉണ്ട്. എല്ലാം കൂടി ഇന്നിട്ട് തീരൂല. അതുകൊണ്ട് ഇതാണ് നമ്മൾ ലാസ്റ്റായിട്ട് ഇടുന്നത്. ഇനി നമ്മൾ ഓരോരോ നെയിൽ പോളിഷായിട്ട് ഞാൻ കാണിച്ചു തരാം. നെക്സ്റ്റ് ഇത് സ്റ്റുഡിയോന്ന് വാങ്ങിയതാണ്. ഒരു ലൈറ്റ് പർപ്പിൾ കളറാണ്. ഈ നഖത്തോണ്ടൊന്നും എടുക്കാൻ പറ്റില്ല ഗൈസ്, എല്ലാം വീണൊന്നുണ്ട്. നെക്സ്റ്റ് ഇത് സ്റ്റുഡിയോന്ന് തന്നെ വാങ്ങിയതാണ് മറ്റേൻ്റെ കൂടെ. നെക്സ്റ്റ് ഇതാ ഒരു വൈറ്റ് കളറാണ്. ഇത് നമ്മൾ നേരത്തെ ഓൺലൈനിൽ നിന്ന് വാങ്ങിയെന്ന് പറഞ്ഞില്ലേ, അതാട്ടോ. ഇത് നമ്മൾ ഓൺലൈനിൽ നിന്ന് ഒരു 12 സെറ്റായിട്ടാണ് കിട്ടിയത്. പല കളറുള്ള നല്ല വെറൈറ്റി കളറുള്ള നെയിൽ പോളിഷാണ്. കണ്ടോ, സിൽവർ കളറൊക്കെ ഉണ്ട്. ഒക്കെ ഇട്ട് നോക്കണമെന്നുണ്ട്. ഒരു ദിവസം ഇട്ട് നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് ഏത് കളറാണ് എനിക്കറിയില്ല. ഏതോ ഒരു കളറ്, പക്ഷെ ഡാർക്ക് കളറാണ്. അടുത്തത് നമ്മൾ ഇപ്പോൾ ഇട്ടിരിക്കുന്നതിൻ്റെ ഒരു വേറെ മോഡൽ, കുറച്ച് ലൈറ്റായിട്ടുള്ള ഇതാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. ഉണ്ടോ, ഇതും തമ്മിൽ കുറച്ച് വ്യത്യാസമേ ഉള്ളൂ. വ്യത്യാസം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അടുത്തത് സ്റ്റുഡിയോന്ന് വാങ്ങിയാണ്. സ്റ്റുഡിയോന്ന് വാങ്ങിയൊക്കെ ഒരു ലൈറ്റ് കളറാണ്. പിന്നെ ഇത് മറ്റേൻ്റെ കൂടത്ത് വാങ്ങിയത് ഓൺലൈനിൻ്റെ. അടുത്തത് ഇത് എന്നോ വാങ്ങിയാണ്. എന്നാ വാങ്ങിയ എനിക്ക് ഓർമ്മയില്ല. സ്റ്റുഡിയോ തന്നെയാണ്.
നെക്സ്റ്റ് ഇതൊക്കെ മറ്റേ ആ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാട്ടോ. ഇതിൻ്റെ ഫേവറേറ്റ് ആണ്. അത് തീരാനായിട്ടുണ്ട്, ലൈറ്റ് പർപ്പിൾ കളർ. നെക്സ്റ്റ് ഇത് ബ്ലാക്ക് കളറാണ്. ഇത് ഐലൈനർ ആണെന്ന് വിചാരിക്കും, പക്ഷേ ഐലൈനർ അല്ല. ഒരു ബ്ലാക്ക് ഒന്നല്ല ഗൈസിക്ക്, കുറേ ബ്ലാക്ക് ഉണ്ട്. ബ്ലാക്ക് ഇതാ ഒന്ന് സ്റ്റിക്കർ നയിക്കാത്തതാണ്. പിന്നെ ഇതും പുതിയ തന്നെയാണ് ബ്ലാക്ക് പോലെ തന്നെ റെഡും കുറേ ഉണ്ട്. ഇതാണ് ഫസ്റ്റത്തെ റെഡ്. പിന്നെ റെഡ് ഞാൻ എടുത്ത് കാണിക്കുന്നില്ല, ഇവിടെ നിന്ന് ഇങ്ങനെ കാണിച്ചു തരാം. പിന്നെ അടുത്ത കളർ, ഇത് ഏത് കളറാണെന്ന് എനിക്ക് അറിയില്ല, എന്നാലും എൻ്റെ ഫേവറേറ്റ് ആണ്. ഇത് സ്റ്റുഡിയോന്ന് വാങ്ങിയ തന്നെയാണ്. നെക്സ്റ്റ് ഇതിൻ്റെ 12th ബർത്ത്ഡേക്ക് എൻ്റെ ഫ്രണ്ട് ഗിഫ്റ്റ് എന്നതാണ്. അപ്പം നെയിൽ പോളിഷ് കളക്ഷൻ്റെ ലാസ്റ്റ് വണ്ണാണ് ഇത്. ഇതിൻ്റെ ഫേവറേറ്റ് വണ്ണാണ്. ഇതോടെ നെയിൽ പോളിഷ് കളക്ഷൻ തീർന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാനും എൻ്റെ നെഗ എങ്ങനെയുണ്ടെന്നും കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഗായ്സ്, ഇനി വീണ്ടും വേറെ വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ.